ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു KCB വർക്കർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. KCB വർക്കർ പോസ്റ്റിലേക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തവണ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ നടക്കും എന്നുള്ളത്. അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് ഈ ഒരു ഡേറ്റ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഈ എക്സാമിനേഷനിൽ ടോട്ടൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 29,363 ടോട്ടൽ അപ്ലിക്കൻസ് എന്ന് പറയുന്നത്. ആകെ വേക്കൻസി എന്ന് പറയുന്നത് 985 ആണ്. ഇത് തീർച്ചയായിട്ടും കൂടിട്ടോ, ഇതിൽ സംശയമൊന്നും വേണ്ട. 985 എന്ന് പറയുന്നത് ഇപ്പോൾ ആസ് ഓഫ് നൗ റിപ്പോർട്ടഡ് വേക്കൻസി ആണ്. ഇതെന്തായാലും കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി കൂടിയാൽ തന്നെ ഒരു 2000-ലേക്കൊക്കെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്ര 2000 വേക്കൻസി എത്ര ടോട്ടൽ റിപ്പോർട്ടറായി അല്ലെങ്കിൽ ടോട്ടൽ കാൻഡിഡേറ്റ്സ് എത്ര വരുന്നത്? 29,363 ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്ത എല്ലാ ആളുകളും എന്ത് ചെയ്യില്ല, കൺഫർമേഷൻ ഒന്നും കൊടുക്കാൻ സാധ്യതയില്ല. എന്നാലും ചെറിയൊരു നമ്പർ അവിടെ മാറ്റം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അതായത് ഈ 29,363 ആളുകളും കൺഫർമേഷൻ കൊടുക്കാൻ ഒരു സാധ്യതയില്ല. പലപ്പോഴും കേരള PSC നടത്തുന്ന പോസ്റ്റുകളിൽ എന്ത് ചെയ്യാറുണ്ട്, കൺഫർമേഷൻ കൊടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടി കുറയാറുണ്ട്. എന്നിരുന്നാലും ഒരു 27,000 ഒക്കെ അല്ലെങ്കിൽ ഒരു 25,000-ന്റെ മുകളിലെങ്കിലും നമ്പേഴ്സ് അവിടെ വരുന്നുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ജില്ല തിരിച്ചുകൊണ്ട് എത്രത്തോളം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡേറ്റ നമുക്ക് നോക്കി നോക്കാം. അതായത് ഓരോ ജില്ലയിലും എത്രത്തോളം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനൊരു പ്രോബബിലിറ്റി കൂടി എന്ത് ചെയ്യുകയാണ്, കൺസിഡർ ചെയ്യാണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ കൂടി ഞാൻ ഇതിന്റെ പാർട്ടായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത സോണുകളിൽ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള സോൺ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റ് ആണ്. 1894 ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ അപ്ലിക്കൻസ് ആയിട്ടുള്ളത്. അതിൽ 96 വേക്കൻസി ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് 5.07% നമ്മൾ ഈ നമ്പറിനെ 96/1994 into 100 അതാണ് പ്രോബബിലിറ്റി ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ഒരു ഡിസ്ട്രിക്റ്റിലാണ്. അതായത് നിങ്ങൾക്ക് ഈ എക്സാം ഏറ്റവും ക്രാക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് അത് എന്താണ്, അത് ഇടുക്കിയാണ്. പിന്നെ ഓഫ് കോഴ്സ് വയനാട് നമുക്കറിയാം, എപ്പോഴും നമുക്ക് ഏത് പോസ്റ്റിലേക്കാണെങ്കിലും പ്രോബബിലിറ്റി ഏറ്റവും കൂടുതൽ സ്ഥലമാണ്. പക്ഷേ ഈ ഇടുക്കി വയനാടിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്, ഇടുക്കി വയനാട് കാസർഗോഡ് ജില്ലകളിൽ നമുക്ക് ട്രാൻസ്ഫർ ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ട് തന്നെയാണ് അവിടെ അപ്ലിക്കൻസിന്റെ എണ്ണം കുറഞ്ഞതും. വേക്കൻസി കമ്പാരിസണിൽ നോക്കുന്ന സമയത്ത് ഇവിടെയും 5.02% എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോബബിലിറ്റി വന്നിട്ടുള്ളത്. ഇനി കാസർഗോഡും അതേപോലെ തന്നെ 738 പേര്, അതിൽ 32 വേക്കൻസീസ് ഉണ്ട്. 4.34% ആണ് അവിടുത്തെ പ്രോബബിലിറ്റി. ബാക്കിയുള്ള ഡിസ്ട്രിക്ട് കോട്ടയം നമ്മൾ നോക്കുകയാണെങ്കിൽ 4.25, അതേപോലെ കണ്ണൂര് 4.25, എറണാകുളം ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സ്ഥലമായിരുന്നു 139. അവിടുത്തെ പ്രോബബിലിറ്റി 3.98 ആണ്. പത്തനംതിട്ടയില് 3.92 ആണ്. അതേപോലെ ആലപ്പുഴയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3.04 ആണ്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.9. അങ്ങനെ തൃശ്ശൂർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.73. ഏറ്റവും കുറഞ്ഞ സാധ്യത ഉള്ളത് 2628 പേര് അപ്ലൈ ചെയ്ത് 64 വേക്കൻസീസ് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു വേക്കൻസിയാണ് ഏറ്റവും കുറവായിട്ട് നമ്മൾ കാണുന്നത്. 2.44% ആണ് അവിടുത്തെ ടോട്ടൽ ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോബബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ എക്സാമിനേഷനിൽ ഇപ്പം അപ്ലൈ ചെയ്ത ആളുകളിൽ 1894 ആളുകളിൽ 96 ആളുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ജോലി ലഭിക്കാൻ പോകുന്നത്. ഇനി പോട്ടെ, അതൊരു കുറച്ചുകൂടി വേക്കൻസി ഒരു 200 ആൾക്ക് കിട്ടുമെന്ന് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ 1600ഓളം ആളുകൾ ഇതിൽ എന്താവും, ഇതിൽ ഫെയിൽ ആവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രോബബിലിറ്റി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 95% നിങ്ങൾ ഇവിടെ ഫെയിൽ ആവാനാണ് സാധ്യതയുള്ളത്. അതായത് അത്രയധികം കോമ്പറ്റീഷൻ ഈ എക്സാമിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാന്നുണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ 5% പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ അറിയോ, 20-ൽ ഒരാൾക്ക് അപ്ലൈ ചെയ്ത ആളുകളിൽ 20-ൽ ഒരാൾക്ക് എന്ത് ചെയ്യും, ജോലി കിട്ടും എന്നുള്ള അത്രയും പ്രോബബിലിറ്റി മാത്രമേ വരുന്നുള്ളൂ. 20-ൽ ഒരാൾക്ക് മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ. അതായത് 20 പേരുള്ള ഒരു ക്ലാസ് റൂമിൽ നിന്ന് ഒരാൾക്ക് ജോലി കിട്ടുന്ന രീതിയിൽ. അപ്പം നല്ല കോമ്പറ്റീഷൻ ആണ് KCB വർക്കർ എക്സാമിൽ വരാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ആണ്. പിന്നെ ഈ കാണുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നതിൽ വേരിയേഷൻ സംഭവിക്കും. എങ്ങനെയാണ്, ഇവിടെയുള്ള വേക്കൻസീസ് കൂടുന്നതിനനുസരിച്ച്. വേക്കൻസി
എന്തായാലും കൂടും, ഒരു സംശയവും വേണ്ട. കാരണം KSEB അനുദിനം പവർ റിക്വയർമെന്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടും മെയിൻ്റനൻസ് സെക്ടർ കൂടി ആയതുകൊണ്ട്, സർവീസ് സെക്ടർ കൂടി ആയതുകൊണ്ട് തന്നെ ഈ നമ്പേഴ്സ് കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ നമ്പറും അതേപോലെ എന്ത് ചെയ്യും, അവിടെ വർദ്ധിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആസ് ഓഫ് നൗ ഇപ്പൊ നോക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്ത സോണുകളിൽ ഏറ്റവും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ഇടുക്കിയാണ്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് മലപ്പുറമാണ് എന്നുള്ളതാണ് ഈ ഒരു കാൽക്കുലേഷനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കോമ്പറ്റീഷൻ കടുത്തതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. നല്ല കട്ട് ഓഫ് ഒക്കെ വരും എക്സാമിന് വേണ്ടിയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ. ഇതിന് മുന്നേ ആരോ ഞാൻ ചില വീഡിയോന്റെ താഴെ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പോയി അപ്ലൈ ചെയ്താൽ മതി അത് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെയല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലുള്ള ഒരു വേക്കൻസിയും അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലുള്ള ഒരു എക്സാമും അല്ല ഇത്തവണ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ കാരണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തവണ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ എക്സാം എപ്പോ കണ്ടക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം PSCയുടെ സൈറ്റിൽ വരികയാണ്. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിന്റെ എക്സാം കലണ്ടറിൽ എക്സാം ഡേറ്റ് എക്സാക്ട് വന്നിട്ടില്ല, എന്നാലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ജൂൺ 15-നാണ്. അപ്പൊ ജൂൺ 15 മുതൽ 15 ഈ ഒരു മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 15 ദിവസം കൂടി, പിന്നെ ജൂലൈയും ഓഗസ്റ്റും 60-75 ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. സെപ്റ്റംബർ തുടക്കത്തിൽ എക്സാം നടക്കുകയാണെങ്കിൽ മേ ബി മാക്സിമം പോയാലും ഒരു 90 ദിവസത്തിനുള്ളിൽ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ കേവലം 100 ദിവസത്തിന് താഴെ മാത്രമേ ഇനി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൂ എന്നുള്ള ആ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട്, മാത്രമല്ല ഈ എക്സാമിനേഷനിൽ വലിയൊരു ശതമാനം 96% ആൾക്കാരും ഈ എക്സാം ഫെയിൽ ആവുമെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ നെഗറ്റീവായിട്ട് കാണേണ്ടിരുത്തോ. അതായത് ഞാനിങ്ങനെ ഫെയിൽ ആവും എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അതിനെ നെഗറ്റീവായിട്ട് കണ്ട. ഞാൻ പറഞ്ഞത് അപ്ലൈ ചെയ്തിട്ടുള്ളത് 29,363 ആളുകളാണ് അല്ലെ. 29,363 985 പേർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, പോസ്റ്റ് കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഈ 29,000 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28,000 ആളുകളും ഫെയിൽ ആവും എന്നുള്ള ആ റിയാലിറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ സക്സസ്ഫുൾ ആകുന്ന ബാക്കി വരുന്ന 1000 നിങ്ങൾ എത്തണം. അതായത് ഈ ജോലി നേടിയെടുക്കുന്ന 1000 നിങ്ങൾ എത്തേണ്ടത്. നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലിയോട് കൂടി നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് KCB വർക്കർ. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ഏറ്റവും സീരിയസ് ആയിട്ട്, നിങ്ങൾ നിലവിൽ എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ജോബ് റിസൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ലീവ് എടുത്തിട്ടോ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. ഇനിയൊരു സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് 10 വർഷത്തിന് ശേഷമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾ ചെറിയ സാലറിക്ക് ഒരു പക്ഷേ പല സ്ഥലത്തും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആളുകളുണ്ടാവും. അത്തരം ആളുകളൊക്കെ ആ ജോലി തൽക്കാലത്തേക്ക് ലീവ് എടുത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫുൾ ഫ്ലെഡ്ജിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 2 തരം പ്രിപ്പറേഷൻ ആണ് ഉണ്ടാവുക. ഒന്ന് ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരു രീതിയാണ്, മറ്റൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു രീതിയാണ്. ഇവിടെയാണ് വലിയ വ്യത്യാസം കിടക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലി ക്രാക്ക് ചെയ്യാൻ, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിയും. പക്ഷെ അതിനൊരു 1 year ഒക്കെ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ടൈം എടുത്ത് നമ്മൾ കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കിയെടുത്ത് അതേപോലെ പല മേഖലയിൽ നിന്ന് റെഫറൻസ് ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ 1 year കൊണ്ടൊക്കെ പഠിച്ചു തരും. എന്നാൽ കേവലം 100 ദിവസത്തിന് താഴെ വരുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ലെവൽ പ്രിപ്പറേഷൻ തന്നെയാണ് വേണ്ടത്. അപ്പൊ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ഈ എക്സാമിന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ നമ്മൾ എൻട്രിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മെന്ററിംഗ് ആണ്. അതായത് ഈ എക്സാം കഴിഞ്ഞ തവണ ഒരുപാട് പേര് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ പാറ്റേണിലുള്ള ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ, വയർമാൻ പോസ്റ്റുകളിലൊക്കെ എൻട്രിയുടെ ഒട്ടനേകം ഉദ്യോഗാർത്ഥികൾ വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. സോ അത്തരം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ നിങ്ങൾക്ക് മെന്ററിംഗിന് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അതായത് നമ്മുടെ ഈ ഒരു സെലക്ഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ എക്സാമിൽ ഭൂരിപക്ഷം 96% ഫെയിൽ ആകുമ്പോൾ ബാക്കി വരുന്ന 4% നമ്മുടെ വിദ്യാർത്ഥികളും ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് എൻട്രിയോടൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പഠനം എൻട്രിയോടൊപ്പം സ്റ്റാർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ പഠിച്ചു കഴിഞ്ഞാലും ഇത് നേടിയെടുക്കുക എന്ന് പറയുന്ന ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകണം. സോ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സേഫ് ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. സോ അത് എൻട്രിയോടൊപ്പം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച റിസൾട്ട് ഉള്ള ടെക്നിക്കൽ പ്ലാറ്റ്ഫോമുകളിൽ ലൈൻമാൻ എക്സാമിലും വയർമാനിലും ഒക്കെ ഒരുപാട് നല്ല റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എൻട്രി ആപ്പിനോട് ചേർന്ന് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.